അമേരിക്കൻ നയതന്ത്ര ലോകത്തും സുരക്ഷാ വൃത്തങ്ങളിലും വലിയ തരംഗങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ ഇറാന് നേരെ ആണവായുധ പ്രയോഗ സാധ്യതകളെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി മുൻ US കോൺഗ്രസ് വനിത മാർജോറി ട്രെയ്ലർ ഗ്രീൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ഉന്നതതല തന്ത്രപ്രധാന യോഗങ്ങളിൽ US ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ച് ആശയവിനിമയം നടത്തുന്നതായാണ് ഗ്രീൻ ആരോപിക്കുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പങ്കുവച്ച ദീർഘമായ കുറിപ്പിലൂടെയാണ് മാർജോറി ട്രെയ്ലർ ഗ്രീൻ ഭരണകൂടത്തിനെതിരെ കടുത്ത വിമർശനങ്ങളും മുന്നറിയിപ്പുകളും ഉയർത്തിയത്. ആണവായുധം ഉപയോഗിക്കുന്നതിനുള്ള പരിധികൾ കുറയ്ക്കുന്നത് പശ്ചിമേഷ്യൻ മേഖലയ്ക്കും ആഗോള സമൂഹത്തിനും ഒരുപോലെ തിരുത്താനാവാത്ത വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് അവർ മുന്നറിയിപ്പ് നൽകി. 1945 ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക നടത്തിയ അണുബോംബ് ആക്രമണങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഗ്രീൻ തന്റെ വാദങ്ങൾ ഉന്നയിച്ചത്. അന്ന് സൃഷ്ടിക്കപ്പെട്ട വൻ നാശനഷ്ടങ്ങൾക്കും ദുരന്തങ്ങൾക്കും ശേഷം മേലിൽ ഒരിക്കലും ഇതുപോലെയൊന്നും ഉണ്ടാകരുത് എന്ന് മാനവികത ഉറപ്പു നൽകിയ കാര്യവും അവർ തന്റെ പോസ്റ്റിൽ ചൂണ്ടിക്കാണിച്ചു. ഇറാനെതിരെയുള്ള US സൈനിക നീക്കങ്ങളുടെ യുക്തിയെന്ന ഗ്രീൻ തന്റെ പ്രതികരണത്തിലൂടെ ചോദ്യം ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള സംഘർഷത്തെക്കുറിച്ചും ഇറാന്റെ ഭീഷണിയെക്കുറിച്ചും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന അവകാശവാദങ്ങളെ പരസ്യമായി സന്ദേഹത്തോടെ നോക്കിക്കാണുന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്. മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ആണവ ഏറ്റുമുട്ടലുകളിലേക്ക് കാര്യങ്ങൾ വ്യാപിപ്പിക്കുന്ന നീക്കങ്ങളെ അമേരിക്കൻ ജനത ശക്തിയായി എതിർക്കണമെന്ന് ഗ്രീൻ ആഹ്വാനം ചെയ്തു. അനാവശ്യമായ യുദ്ധങ്ങളിലേക്ക് രാജ്യം എടുത്തുചാടുന്നത് അമേരിക്കൻ സൈനികരുടെ ജീവനും സാമ്പത്തിക ഭദ്രതയ്ക്കും ഭീഷണിയാണെന്ന് അവർ ഓർമ്മിപ്പിച്ചു. അതേസമയം ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് ആഭ്യന്തര ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന ഗ്രീന്റെ വെളിപ്പെടുത്തലുകളെക്കുറിച്ച് US സർക്കാരോ പെന്റഗണോ ഇതേവരെ ഔദ്യോഗികമായി സ്ഥിരീകരണങ്ങളൊന്നും നൽകിയിട്ടില്ല. എങ്കിലും ഭരണപക്ഷത്ത് നിന്ന് തന്നെ ഇത്തരമൊരു ശബ്ദം ഉയർന്നത് വൈറ്റ് ഹൌസിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ തീവ്ര പിന്തുണക്കാരുടെയും മാഗ പ്രസ്ഥാനത്തിന്റെയും മുന്നണിയിൽ പ്രവർത്തിച്ചിരുന്ന പ്രമുഖ നേതാക്കളിൽ ഒരാളാണ് മാർജോറി ട്രെയ്ലർ ഗ്രീൻ. അതിനാൽ തന്നെ ട്രംപിന്റെ വിദേശ നയങ്ങൾക്കെതിരെ ഗ്രീൻ നടത്തുന്ന ഈ പരസ്യ വിമർശനം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വൻ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത്. അമേരിക്കൻ വിദേശ നയത്തിന്റെ അനാവശ്യ സൈനിക ഇടപെടലുകൾ തടയണമെന്ന നിലപാടിലേക്ക് മാഗ പ്രസ്ഥാനത്തിലെ ഒരു വിഭാഗം നേതാക്കൾ മാറുന്നതിന്റെ സൂചനയായും ഇത് വിലയിരുത്തപ്പെടുന്നു. വിദേശ യുദ്ധങ്ങളിൽ നിന്ന് അമേരിക്ക പിന്മാറണമെന്ന ട്രംപിന്റെ തന്നെ മുൻ നിലപാടുകൾക്ക് വിരുദ്ധമായി നിലവിലെ യുദ്ധം നീണ്ടുപോകുന്നത് അനുയായികൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ വൻതോതിലുള്ള സൈനിക സാന്നിധ്യവും നാവിക നീക്കങ്ങളും നടക്കുമ്പോൾ ആണവ ഭീഷണി നിലനിൽക്കുന്നുവെന്ന വാർത്തകൾ ആഗോളതലത്തിൽ തന്നെ ആശങ്ക കൂടിയിരിക്കുകയാണ്. 2026 മിഡ് ടേം തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഭരണകൂടത്തിനെതിരെ ഉയരുന്ന ഇത്തരം ആഭ്യന്തര വിമർശനങ്ങൾ രാഷ്ട്രീയ അന്തരീക്ഷത്തെ കൂടുതൽ ചൂടുപിടിപ്പിക്കും. വിദേശ നയത്തിലെ പിഴവുകളും യുദ്ധപ്രതിസന്ധികളും പ്രതിപക്ഷം മാത്രമല്ല സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ പോലും ആയുധമാക്കാൻ തുടങ്ങിയിരിക്കുന്നു. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയും ആഗോള സമാധാന സംഘടനകളും ഇതിനോടകം തന്നെ ആണവ ഭീഷണികൾക്കെതിരെ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഈ സാഹചര്യത്തിൽ അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചർച്ചകളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ നയതന്ത്ര തലത്തിൽ വാഷിംഗ്ടണിന് കനത്ത തിരിച്ചടിയാണ്. ഇറാന് നേരെ ആണവായുധ പ്രയോഗത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുവെന്ന മാർജോറി ട്രെയ്ലർ ഗ്രീനിന്റെ വെളിപ്പെടുത്തൽ വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ നയതന്ത്ര തർക്കങ്ങൾക്ക് വഴി തുറക്കും. ഈ വിഷയത്തിൽ കൂടുതൽ വിശദീകരണങ്ങളും വ്യക്തതകളും നൽകാൻ വൈറ്റ് ഹൌസും പെന്റഗണും നിർബന്ധിതരാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്.